അയ്യോ, ദേ കറുത്ത പുള്ളിപ്പടേനെ കാണുന്നില്ല കേട്ടോ. കൂടടച്ചപ്പോ നോക്കിയില്ലായിരുന്നോ? ഇനി ആരെങ്കിലും പിടിച്ചോണ്ട് പോയോ? അതെവിടെയെങ്കിലും കയറിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ പുറത്തുനിന്ന് പൂവിൻ്റെ അവിടെ എവിടെയെങ്കിലും പോയതാവും. വന്നോളും. കഴിഞ്ഞ് ആ കിടാവിനെ ഞാൻ അഴിച്ചു വിട്ടോ. പോ. അമ്മമ്മയുടെ സുന്ദരിക്കുട്ടി കോളേജിൽ പോവാൻ ഒരുങ്ങുക. ഈ സുന്ദരിക്കുട്ടി വിളി ഒരു സോപ്പാണല്ലോ. അതെ, കുറച്ചു ദിവസമായിട്ട് കാലിന് വല്ലാത്ത മരവിപ്പ്. ആ രാമൻ വൈദ്യർ അവിടുന്ന് കുറച്ച് കുഴമ്പ് വാങ്ങാൻ പറഞ്ഞിട്ട് അവൻ ഒരു കുലുക്കില്ല. പിശുക്കനാ. എന്റെ കൊച്ചു പറഞ്ഞ അവൻ വാങ്ങിത്തരും. അമ്മമ്മയ്ക്ക് തീരെ വയ്യ. എന്റെ മുത്ത് പറയില്ലേ? പറയാട്ടോ. അല്ല ദേവികമ്മേ, എന്തിനിങ്ങനെ ഒരു പിശുക്കന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുത്തേ? അതുകൊണ്ടല്ലേ? പറ്റിപ്പോയി. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്ന് കൂട് തുറന്നപ്പോ എന്റെ പുള്ളിപ്പടേനെ കാണുന്നില്ല. എവിടെ പോയാവോ? സഫിയാത്തന്റെ പൂവന്റെ കൂടെ അവിടെ എങ്ങാനും വന്ന് കേറിയിട്ടുണ്ടോ എന്തോ. അല്ലാന്റെ പഠിച്ചവനെ, ഇന്ന് ഞാനല്ലല്ലോ സീത കൂട് തുറന്നിട്ട്. എന്റെ മോളാ. ഞാനിട്ട് നോക്കിയതുമില്ല. ഞാൻ എങ്ങാനും കണ്ടാ വിളിക്കാട്ടാ. പെണ്ണെന്തി കാണിക്കണേ. സീതേച്ചേ, നിങ്ങക്ക് സന്തോഷമുള്ള ഒരു വാർത്തയിട്ടല്ലോ പത്രത്തില്. പാലിന് വില കൂട്ടാൻ പോണോന്ന്. ആ, ഞാൻ എന്തിനാ ഭാസ്കരേട്ടാ നോട പറയുന്നേ? ലിറ്ററിനെ 5 രൂപ വെച്ചാ കൂട്ടുന്നേ. ആ, പിണ്ണാക്കിനൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാ. വൈക്കോലാണെങ്കി ഇപ്പൊ കിട്ടാനുമില്ല. എന്റെ അഭിപ്രായത്തിലേ ലിറ്ററിന് 5 അല്ല കൂട്ടേണ്ടത്. ആഹാ, കൊള്ളാലോ. അച്ഛനും നിന്നേ. അച്ഛനോട് അമ്മമ്മ എന്തേലും വാങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നോ? ഇല്ലേ? അപ്പൊ കുഴമ്പിന്റെ കാര്യോ? ഓ, കുഴമ്പിന്റെ കാര്യം ഇന്ന് വാങ്ങാട്ടാ. ഇന്ന് വാങ്ങാം. വാങ്ങണം. വാങ്ങാം. അമ്മമ്മയ്ക്ക് കാല് വയ്യാഞ്ഞിട്ടല്ലേ? അച്ഛനല്ലാതെ മറ്റാരെങ്കിലും വാങ്ങിക്കൊടുക്കാനുണ്ടോ? ഇല്ലല്ലോ. ഈ അച്ഛന്റെ ഒരു പിശുക്ക്. ആ, ഭർത്താവിന് പറ്റിയൊരു ഭാര്യ. സ്വന്തം അമ്മയാ. ചോദിച്ചറിഞ്ഞ് വാങ്ങി കൊടുക്കേണ്ടതാ. എന്നിട്ടാ ഡിസ്ചാർജാ. ഇന്ന് മഗ്‌രിബ് കഴിയുമ്പം നമുക്ക് അവിടം വരെ ഒന്ന് പോണം. ഇല്ലെങ്കിൽ സൈറമോക്ക് അതിന്റെ മോശം. സമീറ പ്രസവിച്ചു കിടക്കുമ്പോൾ ആ ഇത്തായും ആശുപത്രിയിലും ഇവിടെയായിട്ടൊക്കെ 2-3 വട്ടം വന്നിട്ടുണ്ട്. നിന്റെ അനിയത്തി പ്രസവിച്ചു കിടന്നപ്പോ നിന്റെ ഇക്കായും നാത്തൂനും ആസ്പത്രിയിലും വീട്ടിലൊക്കെ വന്നതല്ലേ? എന്നിട്ട് അവരുടെ മോള് പ്രസവിച്ചു കിടക്കുമ്പോ നിന്റെ വാപ്പയും ഉമ്മയും അവിടം വരെ തിരിഞ്ഞു നോക്കിയോന്ന് ഗഫൂറിന്റെ ഉമ്മ മോളോട് ചോദിക്കില്ലേ? ചോദിക്കും. സൈറ മോളുടെ അമ്മായിയമ്മ നിന്നെപ്പോലൊരു പരമ ബുദ്ധൂസാണെങ്കിൽ തീർച്ചയായും ചോദിക്കും. എടി ബുദ്ധൂസേ, ഈ സ്നേഹം എന്ന് പറയണത് കടം കൊടുക്കുന്ന ഏർപ്പാടല്ല. തന്നത് അതുപോലെ തിരിച്ചു കൊടുക്കാൻ. ഓ, നിങ്ങളെ തത്വൊന്നും എനിക്ക് കേക്കണ്ട. ഇന്ന് ആസ്പത്രി പോയേ തീരൂ. നിന്റെ മോക്കൊരു തക്കക്കേടുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കൂല. അബ്ദു എവിടെ? അപ്പറുണ്ട്. ഇവനെന്താ നിന്ന നിപ്പ് കാണാണ്ടാവും. അതുപോലെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. മായാവിയ പാഹയൻ. ഐഷേതാ, പാത്രങ്ങളൊക്കെ കഴുകിയാ? അബ്ദോ. ഓ, എന്താ അത്?
കൊപ്ര ആട്ടാൻ. എടാ ബുദ്ധൂസേ, ദിവസത്തെ എത്ര തവണയാ കാറ് പുറത്തേക്ക് പോകുന്നേ? ഒരു ചാക്കല്ലേ ഉള്ളൂ. കാറ് പുറത്തു പോകുമ്പോ ആ ചാക്ക് ഡിക്കിലിട്ടാ നീ അത്ര ദൂരം സൈക്കിൾ ഓട്ടണോ? ഞാനൊരു കാര്യം പറഞ്ഞിട്ട്. തെക്കേപ്പറമ്പിലെ പണിയുടെ കാര്യല്ലേ? അൽഹംദുലില്ലാ, മറന്നിട്ടില്ല അല്ലേ? ഭാസ്കരനെ കിട്ടാണെങ്കിൽ മൂപ്പരെ തന്നെ മതിയെന്ന് പറഞ്ഞിട്ടാ. അല്ലെങ്കിൽ ഇന്നലെ തന്നെ ഞാൻ 2 അണ്ണന്മാരെ കൊണ്ടുവന്നേ. വേണ്ട വേണ്ട വേണ്ട, അവന്മാര് വേണ്ട. കണ്ണ് തെറ്റ വെറുതെ നിൽക്കുന്ന ജന്മങ്ങളാ. പണ്ടാണെങ്കിൽ ശരിയാ, അവന്മാർക്കൊക്കെ ഒരു ഗുണം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം പഠിച്ചു പോയില്ലേ? നീ ആ ഭാസ്കരനെ കിട്ടുമോ നോക്ക്. അവനാകുമ്പോ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. പണിക്കൊക്കെ ഒരു നേരും ശേലും ഉണ്ട്. ചെല്ല്. ഞാൻ പറഞ്ഞതിൽ 5 പൈസ കുറച്ച് തരികയില്ല. നഷ്ടവോ? എന്തോന്ന് നഷ്ടം? എടാ, ഒരു മിണ്ടാപ്രാണിക്ക് ഇത്തിരി വെള്ളവും വൈക്കോലും കൊടുത്തെന്ന് പറഞ്ഞു ഒരു നഷ്ടവും വരാനില്ല. അഥവാ വന്നാലേ ആ നട്ടം ഞാൻ അങ്ങ് സഹിച്ച്. അല്ലാതെ പശുവിന്റെ മുലയ്ക്ക് തേയ്മാനമൊന്നും വരികയില്ലല്ലോ. നിന്റെ ഇമ്മാരി കച്ചവടം ഒന്നും എന്റെ അടുത്ത് നടക്കുകയില്ല. നീ വെച്ചിട്ട് പോയ ഫോൺ വെച്ചിട്ട് പോടാ നീർക്കോലി. അല്ല പിന്നെ 16,000 രൂപയുടെ മുതലാ. ഞാൻ അവനോട് ഒരു 500 രൂപ ലാഭം ചോദിച്ചു. അപ്പൊ അവനെ 16 രൂപയ്ക്ക് വേണം. കൊടുക്കുകയല്ല ഞാൻ. അല്ല, ഈ 500 രൂപ എന്ന് പറഞ്ഞ ഇപ്പൊ എന്നാത്തിനുണ്ട്? ഈ ഉമ്മറിന്റെ കടയിൽ നിന്ന് 2 ദിവസം ചായ കുടിക്കുന്ന കാശേ ഉള്ളത്. അത് പോയി നിനക്ക് പറഞ്ഞ നേരാ. ഉമ്മർക്കാന്റെ കടയിൽ നിന്ന് ചായ കുടിച്ചാ അത് 500-ലും തീരൂല, 1000-ലും തീരൂല. ചായക്കട പഴയതാണെങ്കിലും സാധനത്തിനൊക്കെ എന്താ? അതേടാ, എന്റെ കടയിൽ കുറച്ച് വില കൂടുതലാ. നീ ഇങ്ങോട്ട് കയറണ്ട. ഒരു 10-300 രൂപ തരാണ്ടല്ലോ, അതെങ്കിലും എടുത്തേ. ഒരു തമാശ പറയാൻ പോലും സമ്മതിക്കൂല. എന്തേലും പാട്ടെ, ഒരു ചായ എനിക്കിപ്പോ വേണ്ട. നിനക്കല്ല, എനിക്കാ. എടുത്തേ. ഉമ്മർക്കാ, ആ കുന്നേലെ ഭാസ്കരനെ കണ്ട? നേരത്തെ പാലും കൊണ്ട് വന്നു പോയി. തെക്ക് എവിടെ പണിയുണ്ടെന്ന്. മൂപ്പര് വരാണെങ്കിൽ കരീംക്കെ തിരക്കിന്ന് പറയണേ. മംഗലത്തെ വീട്ടിലെ പണിക്കാണെങ്കിൽ ഞാൻ വരട്ടെ അബ്ദു. അയ്യോ, എനിക്ക് അവിടെ കഞ്ഞി കുടിച്ച് പോണേ. ആരും ചിരിക്കണ്ട. അയാള് പറഞ്ഞത് ശരിയാ. ഞാൻ ഭാസ്കരനല്ല, അയാള് വെറും മണ്ടൻ. പോത്തിനെ പോലെ പണിയെടുത്തിട്ട് കണക്ക് പറഞ്ഞു കൂലി മേടിക്കാൻ അറിയാത്ത ജന്തു. പിശുക്കന്മാർക്ക് പുള്ളി എന്നൊരു പത്തിയാ. ബംഗാളികൾ പോലും കണക്ക് പറഞ്ഞു കൂലി മേടിക്കണ കാലമാ. ആ നേരത്തെ എനിക്കിട്ട് പണിയരുത്. കൂലിക്കനുസരിച്ച് പണി, പണിക്കനുസരിച്ച് കൂലി. അതാണ് എന്റെ പോളിസി. ചുമ്മാതല്ല നിന്റെ വീട്ടിൽ പട്ടിണി. അതല്ലേ ഒരു കുറവുള്ളു. അത് ഞാനങ്ങ് സഹിച്ച്. എന്നാലും ഒരു പരിധിയൊക്കെ വേണ്ടടാ. എത്ര ദിവസമായി നാവിന് രുചിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ട്. മീൻ കൂട്ടിയ കാലം മറന്നു. മീൻകാര് വരാറില്ലടി സീതേ? മീൻകാരൊക്കെ വരുന്നുണ്ടമ്മേ. പക്ഷെ മീൻ്റെ വില കേട്ടാ വാങ്ങാൻ തോന്നണ്ടേ? തോന്നില്ല. നീയേ ഭാസ്കരനേക്കാൾ പിശുക്കിയ. ചക്കയും ചങ്കരനും. അമ്മയുടെ തനി സ്വഭാവം ആ കൊച്ചിന്. മീനില്ലാഞ്ഞിട്ടേ ഇന്നലെ രാത്രി അവളൊന്നും കഴിക്കാതെ കിടന്ന് പച്ചക്കറി കൂട്ടി മടുത്തൂത്രേ. തീ പിടിച്ച വിലക്കേ മീൻ വാങ്ങിച്ച് കഴിക്കാനുള്ള വരുമാനം അവളുടെ അച്ഛനുണ്ടോ? അതവൾ ഓർക്കണ്ടേ? ഇങ്ങനെയൊരു കൊച്ച്. കണ്ണടച്ച് തുറക്കുന്ന പോലെയല്ലേ കാലങ്ങളുടെ പോക്ക്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ 8 കൊല്ലാ കാത്തിരുന്നേ. എന്തെല്ലാം വഴിപാടുകൾ കഴിച്ചു. അവസാനം ഗുരുവായൂരപ്പന്റെ കൃപയാ എന്റെ കൊച്ചു. ഈ തനൂല് 19 തികയാ. അല്ല, ഇത്തവണ പിറന്നാളിന് ഗുരുവായൂർക്ക് പോണില്ലേ? പതിവ് പോലെയാ. ഈ കിളവിക്കിങ്ങനെ ആയുസ് നീട്ടി കിട്ടിയതുകൊണ്ട് ഇത്തവണ നിന്റെ പോക്ക് മുടങ്ങി. ഈ പ്രായം വരെയൊന്നും മനുഷ്യരിട്ടേക്കരുത്. മറ്റുള്ളവർക്കത് കഷ്ടപ്പാടാ. ഈ അമ്മയ്ക്കിത് എന്തിന്റെ കേടാ? ചൊറിയണ വർത്താനേ വായിൽ വരില്ലൂ. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ.